ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂമി കുലുക്കങ്ങൾ എല്ലാം അതിൻ ലക്ഷണം. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂമി കുലുക്കങ്ങൾ എല്ലാം അതിൻ ലക്ഷണം. ഇല്ലീനി നാളുകൾ കാത്തിരിപ്പിൻകാലം തീർന്നങ്ങു നാമും പറന്നിടാറായി. ഇല്ലീനി നാളുകൾ കാത്തിരിപ്പിൻകാലം തീർന്നങ്ങു നാമും പറന്നിടാറായി. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം എന്ന വിഷയത്തെ ആധാരമാക്കി ക്ലാസുകൾ നയിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് ബിജു വിൽസൺ കരകുളം. മഹോന്നതനായ ദൈവത്തിന് മഹത്വം. ഈ പ്രഭാതത്തിൽ തൃപ്പാദം എന്ന ശുശ്രൂഷയിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമാകുന്ന കർത്താവ് അനുഗ്രഹിച്ച് കാത്തുകൊള്ളുമാറാകട്ടെ. അവിടുത്തെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ പ്രഭാതത്തിൽ ലോകത്തിന്റെ രക്ഷിതാവും മഹാദൈവവുമായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ചപ്പോൾ അവിടുന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ സ്വഭാവം, പ്രാർത്ഥനയുടേതായിരിക്കുന്ന രീതി ഏത് വിധത്തിലായിരുന്നു എന്ന് ഒരളവിൽ ചിന്തിക്കുവാൻ കഴിഞ്ഞ പ്രഭാതത്തിൽ കർത്താവ് കൃപ നൽകി. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനാ ജീവിതം എന്ന മറ്റൊരു ഭാഗത്തേക്ക് നാം ഈ പ്രഭാതത്തിൽ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ പ്രഭാതത്തിൽ 10 പ്രാർത്ഥനാ വിഷയങ്ങളാണ് കർത്താവായ യേശുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നാം പഠിച്ചത്. ഇന്ന് 11ാമത്തെ വിഷയത്തിൽ നാം പ്രവേശിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ യവനന്മാരാകുന്ന യഹൂദന്മാർ അഥവാ ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾ യെരുശലേമിൽ നമസ്കരിക്കാനായിട്ട് വന്നതിന് ശേഷം കർത്താവിനെ കാണാനായിട്ട് അവർ ആഗ്രഹിച്ചു. യവനന്മാർ യേശുവിനെ കാണുവാൻ അടുക്കൽ വന്നപ്പോൾ നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ചു. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 27-28. 11ാമത്തെ വേദഭാഗം ഇതാണ്. 12ാമത്തെ വേദഭാഗം മാളിക മുറി വിട്ട ശേഷം കർത്താവായ യേശു പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന അഥവാ കർത്താവിൻ്റെ പ്രാർത്ഥന എന്നുള്ള നിലയിൽ നമ്മൾ പഠിക്കേണ്ടതായിരിക്കുന്ന വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 26 വരെയുള്ള വചനങ്ങളാണ്. അവിടെയാണ് കർത്താവിൻ്റെ യഥാർത്ഥ പ്രാർത്ഥന നടക്കുന്നത്. നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ചു. ഗദസമന തോട്ടത്തിൽ കർത്താവിനെ പിടിക്കുന്നതിന് മുമ്പ് നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ചു. ഗദസമന തോട്ടത്തിലെ പ്രാർത്ഥനയെ 3ആയിട്ട് നമുക്ക് വിഭജിച്ച് പഠിക്കുവാൻ തക്കവണ്ണം കഴിയും. 1ാമത്തെ പ്രാർത്ഥന മത്തായി സുവിശേഷം 26-39, മാർക്കോസ് 14-35-36, ലൂക്കോസ് 22-41-42. ഗദസമനയിലെ 2ാമത്തെ പ്രാർത്ഥന മത്തായി എഴുതിയ സുവിശേഷം 26-42, മാർക്കോസ് 14-39, ലൂക്കോസ് 22-44. ഗദസമനയിലെ 3ാമത്തെ പ്രാർത്ഥന മത്തായി എഴുതിയ സുവിശേഷം 26-44 വാക്യം. ഇങ്ങനെ ഗദസമന തോട്ടത്തിൽ നമ്മുടെ കർത്താവ് 3 തവണ പ്രാർത്ഥിച്ചതായി, വ്യത്യസ്തമായിരിക്കുന്ന പ്രാർത്ഥന നിർവഹിച്ചതായിട്ട് കാണുവാൻ തക്കവണ്ണം കഴിയും. ഇവിടെ നടന്ന പ്രാർത്ഥന ആയിരിക്കാം എബ്രായ ലേഖന കർത്താവ് തൻ്റെ ഗ്രന്ഥത്തിൽ 5-ാം അധ്യായം അതിൻ്റെ 7ാമത്തെ വാക്യത്തിൽ വിവരിക്കുന്നത്. ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി കർത്താവ് ഗദസമനയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് നമ്മുടെ കർത്താവിനെ അവർ പിടിക്കുന്നത്. 14ാമത്തെ പ്രാർത്ഥന കുരിശിലെ പ്രാർത്ഥനയാണ്. ക്രൂശിൽ കിടന്നുകൊണ്ട് നമ്മുടെ കർത്താവ് 3 തവണ പ്രാർത്ഥിക്കുന്നു. ഒന്നാമതായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 34-ാമത്തെ വാക്യം. അവിടെ കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് 1ാമത് പ്രാർത്ഥിക്കുകയാണ്. 2ാമത് മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 46-ൽ കർത്താവ് ക്രൂശിന്മേൽ കിടന്നുകൊണ്ട് 3ാമത് പ്രാർത്ഥിച്ചു. 2ാമത് പ്രാർത്ഥിച്ചു. 3ാമതായി ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 46-ാം വാക്യം. അവിടെ കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് 3ാമതായിട്ട് പ്രാർത്ഥിച്ചു. കർത്താവ് ഗദസമന തോട്ടത്തിലും
ക്രൂശിലും കിടന്നുകൊണ്ട് നടത്തിയ പ്രാർത്ഥന ലോക പ്രശസ്തമാണ്. മാത്രമല്ല അവയെല്ലാം വളരെ ശ്രദ്ധേയമാണ്. യേശുവിൽ വിശ്വസിക്കുന്ന യേശുവിൻ്റെ ഭക്തന്മാരായി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥനാ ജീവിതത്തിൽ സമയം കണ്ടെത്തി വളരെ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. പ്രാർത്ഥനയില്ലാത്തതായിരിക്കുന്ന ജീവിതം നിർജീവ അവസ്ഥയിലാകും. പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിലെ ഒരു യാഗമാണ്. മാത്രമല്ല വിശ്വാസികൾക്ക് ശത്രുവാകുന്ന പിശാചിനെ നേരിടുവാൻ തക്കവണ്ണമുള്ള പരിചയാണ്, അവനെതിരെയുള്ള ഒരു പ്രഹരമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥനയാൽ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കുന്നതായിരിക്കുന്ന വിശ്വാസി വീണു പോകാതെ ധൈര്യപൂർവം ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ധൈര്യപ്പെട്ട് മുന്നോട്ട് പോകുന്നു. ഇന്ന് പാൽക്കാലം നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനാ ജീവിതം 2 ഭാഗങ്ങൾ കൂടി വളരെ വ്യക്തമായിട്ട് നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാം. തൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ തൻ്റെ അവസാന ശ്വാസം എടുക്കുന്ന നിമിഷം വരെ നമ്മുടെ കർത്താവായ യേശു പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു, പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. തൻ്റെ ബലഹീനതയിൽ തന്നെ സഹായിക്കുവാൻ കഴിവുള്ള സർവശക്തനാകുന്ന പിതാവാൻ ദൈവത്തിൽ അവിടുന്ന് സമ്പൂർണമായി ആശ്രയിക്കുന്ന വ്യക്തിയായിരുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിൽ ആശ്രയിക്കുന്നു. പ്രാർത്ഥിക്കാത്ത വ്യക്തി ദൈവത്തിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം താല്പര്യം കാണിക്കുന്നവനല്ല. നിങ്ങൾ ഏത് വിധത്തിൽ ആയിരിക്കുന്നു? ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനാ ജീവിതമുള്ളവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം ഭക്തിയോടെ നമുക്ക് നിർവഹിക്കാം. മടുത്തുപോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു നമ്മോട് കൽപ്പിക്കുന്നു. പ്രാർത്ഥന എന്താണെന്ന് പഠിപ്പിച്ച് പ്രാർത്ഥനാ ജീവിതത്തിന്റെ മാതൃക എന്താണെന്ന് നമ്മുടെ മുമ്പാകെ വിളംബരം ചെയ്തിട്ട് ക്രിസ്തു കൽപ്പിക്കുന്നു, നിങ്ങൾ മടുത്തുപോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. ഈ പകൽക്കാലം മടുത്തുപോകാതെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും പ്രാർത്ഥനയുള്ളവരായി ഭക്തിയുള്ളവരായി കർത്താവിനെ യഥാർത്ഥമായി അനുഗമിക്കുന്ന ക്രിസ്തു വിശ്വാസികളായി നമുക്ക് മുന്നോട്ട് പോകാം. ഈ പ്രഭാതത്തിൽ എന്നെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാ കുഞ്ഞുങ്ങൾക്കും സഹോദരീ സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കും ഇന്ന് പകൽക്കാലം നമ്മുടെ ബലഹീനതയിൽ നമ്മെ താങ്ങി നമ്മെ ജയോത്സവമായി വഴി നടത്തുന്ന, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടിയുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധമായിരിക്കുന്ന നാമം വീണ്ടും ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.